ഈ റമദാനിനെ ആളുകൾ ഇങ്ങനെ റമദാൻ വരുമ്പോൾ വല്ലാത്ത പ്രതീക്ഷയിലാണ്. റമദാൻ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കും. എന്നാൽ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും വേണ്ടത്ര റമദാനിനെ സ്വീകരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ആളുകൾ പരാതി ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിൻ്റെ ശരിക്ക് ഇതിൻ്റെ റീസൺ എന്താ? പലപ്പോഴും റമദാനിൻ്റെ മുമ്പ് ഒരുപാട് ഒരുങ്ങി പ്രതീക്ഷയിൽ അഹ്ലൻ റമദാനെ കുറിച്ച് ഒരുങ്ങിക്കൂടും. പക്ഷേ ഒരു പ്ലാനിങ് ചെയ്യുന്നില്ല. ഈ റമദാനിൽ ഞാൻ എങ്ങനെയായിരിക്കണം റമദാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഓരോ ദിവസത്തെ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മളങ്ങനെ ആഗ്രഹിക്കും, ഖുർആൻ പഠിക്കണം, അങ്ങനെ തീരുമാനിക്കും മുമ്പ്. പക്ഷേ ഓരോ റമദാനും ഇങ്ങനെ കഴിഞ്ഞു പോരോ ദിവസവും. പക്ഷെ ഒരു പ്ലാനിങ്ങിൻ്റെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഖുർആൻ ഖത്തം തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 30 ജുസ് ശരിക്കും ഒരു ദിവസം ഓതിയാൽ മതി. സിമ്പിളാണ്. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ നമുക്ക് എന്തേ പറ്റും. അതന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷം മുമ്പൊക്കെ ആയിട്ട് ഇത്ര പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു ഖത്തം തീർക്കാൻ പറ്റും അല്ലേ? അതുപോലെ ഖുർആനായിട്ട് കൂടുതൽ അടുക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഖുർആൻ മനപ്പാടമാക്കാനുള്ളൊരു ശ്രമം അതുപോലെ പ്ലാൻ ചെയ്ത് നടത്തും അല്ലേ? ഖുർആൻ ചില ആൾക്കാർ മനപ്പാടാക്കി പോകും, പക്ഷെ പിന്നെ അതെന്തില്ല, റിട്ടേൺ ചെയ്യില്ല, റീകോൾ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് മറന്നു. പല ആൾക്കാരും എല്ലാ റമദാനും ചിലപ്പോൾ കുറേശ്ശൊക്കെ പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ പിന്നെ എപ്പോഴും നമസ്കാരത്തിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ മാത്രമേ ഓതും. അപ്പോൾ നമ്മളത് എത്രമാത്രം റീകോൾ ചെയ്യുന്നു അനുസരിച്ച് നമ്മൾ മൈൻഡിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമ്മൾ പഠിച്ച സുഹൃത്തുക്കളൊന്നും കൂടി എന്താണ് റീകോൾ ചെയ്യാനുള്ളൊരു അവസരം കൂടി ആയിട്ട് ഈ റമദാനെ നമ്മൾ മാറ്റണം. തീർച്ചയായും ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ നല്ല തിരക്കിലോടുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് എന്തെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വേണ്ട രൂപത്തിൽ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള. ശരിക്കും നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? തീർച്ചയായിട്ടും നമുക്കത് ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നമ്മളൊരു പ്ലാൻ പോലെ അതെ എന്ത് തയ്യാറാക്കാം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഈ റമദാനിനെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് ആളുകളിലേക്ക് കൂടെ എത്തിക്കാൻ പറ്റിയ രൂപത്തിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഗ്രൂപ്പ് വർക്കായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനെങ്കിൽ തീർച്ചയായിട്ടും. മാത്രമല്ല നമുക്കൊരു ഖുർആൻ പഠനമായിട്ട് തജ്വീദ് ക്ലാസ്സും ഹിഫ്ളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഒന്നുകൂടി ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഈ റമദാനിൽ പരിശുദ്ധ ഖുർആനെ കൂടുതൽ അടുക്കാനും അത് നന്നായിട്ട് പഠിക്കാനും നമ്മുടെ പാരായണമൊക്കെ നന്നാക്കാനും ഇൻഷാ അല്ലാഹ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും. അപ്പോൾ അതിലേക്ക് അല്ലേ താല്പര്യമുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്.